വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദീനാസ് എൻക്ലേവ്. ഇന്ന് നമ്മൾക്ക് മൈക്രോ ഗ്രെയിൻസ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഫ്ലോപ്പ് ആയതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുത്തതുമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ചെറുപയറാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. 1/2 ഗ്ലാസ് ചെറുപയർ അതിൻ്റെ 3 ഇരട്ടി വെള്ളത്തിൽ 24 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ അതിൽ മുള വന്നിട്ടുണ്ടാവും, ഈ കാണുന്നത് പോലെ. ഇങ്ങനെ മുളപ്പിച്ച പയർ നമുക്ക് പച്ചയ്ക്കും അതുപോലെ തന്നെ വേവിച്ചിട്ടും സാലഡായിട്ട് കഴിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ഡേ എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. നമുക്കിത് 2 രീതിയിൽ വളർത്തിയെടുക്കാം. 2 രീതി ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ മുളച്ച ചെറുപയർ സ്പോട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാവുമ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്കങ്ങനെ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ, എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം, ആ പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഹൈറ്റിൽ നിൽക്കാൻ പറ്റുന്ന മാതിരി വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഈ മേലെ വയ്ക്കാൻ പോകുന്ന പാത്രം വെള്ളത്തിനോട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം. മാത്രമല്ല ഈ മേലെ വയ്ക്കുന്ന ഈ പാത്രത്തിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. പപ്പടക്കോലോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രമാണ് നമുക്കിതിന് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, പഴയ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈർപ്പം നിൽക്കും അതിൽ. മാത്രമല്ല നമ്മൾ ഒരു 2 ഡേയ്സോളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പക്ഷേ എന്താ പറയുക, കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയുള്ള രീതിയിൽ ഒരു ആൾട്ടർനേറ്റീവായിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഏകദേശം ഇതിൻ്റെ വേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു 2 ഡേയ്സ് ടൈം എടുക്കും, ആ സമയം വരെ. അപ്പോൾ 2 ഡേയ്സ് കഴിയുമ്പോൾ ഏകദേശം ഇതേ ഒരു വലിപ്പമെത്തും നമ്മുടെ ഈ സ്പ്രോട്ട്സ്. 4th ഡേയുടെ പിക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ചിലത് അധികം വളർന്നിട്ടില്ല, ചിലത് കറക്റ്റ് വളർച്ച എത്തുന്നുണ്ട്. അതിന് കൂട്ടം കൂടി ഇടുന്നത് കൊണ്ടാണ്. സോ ഇത് വിതയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഗ്യാപ്പിട്ട് ഇട്ട് കൊടുക്കാം. ദെൻ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, അതായത് 6th ഡേ ഈവനിങ്, അതായത് 6th ഡേ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം അതും ഒരേപോലെ വളർന്നു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് കൂട്ടം കൂടി ഇട്ടത് കൊണ്ടാണ്, ഒരുപാട് ഒരുമിച്ച് ഇട്ട ഭാഗത്താണ് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം താഴെ നിന്ന് ഇനിയും മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേയൊക്കെ. ഇതിൻ്റെ വേരൊക്കെ താഴേക്ക് കണ്ടോ, ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നല്ലോണം കണ്ടോ, വേരൊക്കെ കണ്ടോ, ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മേൽഭാഗത്ത് അത്യാവശ്യം നന്നായി വളർന്നു വന്നത് കുറച്ച് മാത്രം ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ചത് കാണണ്ടേ, കണ്ടോ, ടിഷ്യൂ പേപ്പറിൽ വെച്ചതാണിത്. പകുതി എണ്ണം കരിഞ്ഞു പോയി. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് നല്ലത് മീൻസ് അത്യാവശ്യം വളർച്ച എത്തിയത് മാത്രം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് ആ വേരോടുകൂടി പറിച്ചിട്ട് ആ വേര് ഭാഗം കത്തി കൊണ്ട് മുറിച്ച് കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇപ്പോൾ ഇത് എല്ലാതും ആയിട്ടില്ല, ചെറുത് ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ നോക്കി കുറേയൊക്കെ കണ്ടോ, ഇത്രയും ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു. ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പയ്യെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതും വളർന്നിട്ടില്ല, അധികം ആയിട്ടില്ല. അതൊരു 7 ഡേയ്സ് 8 ഡേയ്സ് ആവും ശരിക്കും വളർച്ച എത്താൻ. ശരിക്കും ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുകയാണെങ്കിൽ അത്രയും ടൈം പിടിക്കും. ഇത് അതുപോലെ തന്നെ ഞാൻ കടുക് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. കടുക് ഇതുപോലെ തന്നെ ഒരു 10 ദിവസമെങ്കിലും വേണം കടുക് ഏകദേശം പ്രായം എത്തണം എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇത് ഞാൻ ഇതിന് മുമ്പ് കടല വെച്ച് ചെയ്തിട്ടുള്ളതാണ്. മുളപ്പിച്ച് ഏകദേശം 7 ദിവസത്തോളം പ്രായമായിട്ടുള്ള ഒരു മൈക്രോഗ്രെയിൻസ് ആണ് കേട്ടോ ഇത്. മൈക്രോഗ്രെയിൻസ് വെച്ചുണ്ടാക്കുന്ന ചില റെസിപ്പീസിൻ്റെ പിക്സ് ഞാൻ അതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.